എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ NTPC ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് എത്തിച്ചതാണ്. ഇപ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷനും റിലീസായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻസ് വരുമെന്നൊരു അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. സാധാരണ 4 വർഷം കൂടുമ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് വരാറ്. ഇനി മുതൽ എല്ലാ വർഷവും NTPC, RPF, RRB, ഗ്രൂപ്പ് D തുടങ്ങിയ എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതാണ്. എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കാം. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ, ലൈക്ക് ചെയ്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് ഇന്നാണ് 21/10. ഒക്ടോബർ 21 മുതൽ നവംബർ 20 വരെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ RRBയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കണം. അപേക്ഷ അയക്കുന്ന പ്രൊസീജിയർ, ആപ്ലിക്കേഷൻ വീഡിയോ ഇന്ന് വൈകുന്നേരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 22 ആണ്. അതിന് മുന്നേ ഫീസും അടയ്ക്കണം. അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ 23 നവംബർ മുതൽ 2 ഡിസംബർ വരെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഓരോ പോസ്റ്റുകൾ കാണാം. ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 18 to 33 എല്ലാ പോസ്റ്റിലേക്കും ഏജ് ലിമിറ്റ് വരുന്നത്. 161 വാക്കൻസിയാണ്. സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് 615 വാക്കൻസി. ഗുഡ്സ് ട്രെയിൻ മാനേജർ 3416, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 921, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 638, ട്രാഫിക് അസിസ്റ്റന്റ് 59 വാക്കൻസി. അങ്ങനെ ടോട്ടൽ വാക്കൻസി 5810 ആണ്. എല്ലാ RRBയിലും കൂടി ടോട്ടൽ 5810 വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിലീസായിട്ടുള്ളത്. വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ, ആ കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും 18 to 33 ഏജ് ലിമിറ്റ്. ജനറൽക്കാരാണെങ്കിൽ, OBC ആണെങ്കിൽ 3 വർഷവും, SC ST കാരാണെങ്കിൽ 5 വർഷം വരെ ഇളവും കിട്ടുന്നുണ്ട് വയസ്സിന്. ഇവിടെ ആദ്യം തന്നെ കാണാം നെഗറ്റീവ് മാർക്കിംഗ് കാണാം. അതായത് 3 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ 500 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. അതിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവും. എപ്പോഴാണ് റീഫണ്ട് ആവുക? ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ. എക്സാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ 500 രൂപയും പോവും. ഇനി SC ST പെൺകുട്ടികൾ, പിന്നെ PWBD എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ 250 നിങ്ങൾക്ക് റീഫണ്ട് ആവും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. 2 എക്സാം വരുന്നുണ്ട് കേട്ടോ. എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും കാണാം. ഫസ്റ്റ് സ്റ്റേജ് 90 മിനിറ്റാണ്, 1.5 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത്. 40 ജനറൽ അവയർനെസ്, മാത്സ് 30, ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്കിനാണ് പരീക്ഷ. 1/3 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 3 റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ്, 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുന്നുണ്ട്. 90 മിനിറ്റാണ് ടൈം കിട്ടുന്നത്. 50 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്, 35 മാത്സ്, 35 ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. 120 ക്വസ്റ്റ്യൻസ്, 120 മാർക്കിനാണ് പരീക്ഷ. ഈ 2 എക്സാമും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട്. ഇനി ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട യോഗ്യത നമുക്കറിയാം, ഡിഗ്രിയാണ്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ്. ഇതിൻ്റെ +2 ലെവൽ ഉടൻ തന്നെ റിലീസാവും. 2 പോസ്റ്റുകളാണ്. +2 ലെവലും വരുന്നുണ്ട്, +2 ലെവലും പിന്നെ ഡിഗ്രി ലെവൽ. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിഗ്രി ലെവലാണ്. അതുകൊണ്ട് ഡിഗ്രി, എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സാലറി പാക്കേജ് കാണാം. 35,400, 29,200, 25,500 ഒക്കെയാണ് സാലറി. അതിൻ്റെ കൂടെ കേന്ദ്ര സർക്കാരിൻ്റെ അലവൻസുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ഹ്യൂജ് എമൗണ്ട് തന്നെ കയ്യിൽ കിട്ടും. ഇനി കേരളത്തിൽ വന്ന സെപ്പറേറ്റ് വാക്കൻസി നമുക്ക് നോക്കാം. ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 4 വാക്കൻസി, സ്റ്റേഷൻ മാസ്റ്റർ 27 വാക്കൻസി, ഗുഡ്സ് ട്രെയിൻ മാനേജർ 17, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 10 വാക്കൻസി. 58 വാക്കൻസിയാണ് തിരുവനന്തപുരം, RRB തിരുവനന്തപുരത്ത് കേരളത്തിലായിട്ട് ഒഴിവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ അറിയുന്നവർ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ, വീഡിയോ ചെയ്യാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.